ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അങ്ങനെ തന്നെ. വല്ല മാറ്റവും ഉണ്ടോ? എന്ത് മാറ്റം? മിക്ക ദിവസവും എനിക്ക് പ്രതീക്ഷ വരും. കുറച്ചേരം കഴിയുമ്പോ ചെന്ന് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ രാത്രി വിളിച്ചില്ലേ, അന്നേരം ഞാൻ വിചാരിച്ചത് കഴിഞ്ഞു എന്നാ. അതറിയാതെ കൈതട്ടി ഒന്നാണ്. വല്ല കർമ്മങ്ങളും ചെയ്താ ശരിയാവോ ചേട്ടാ? എത്ര എത്ര കർമ്മങ്ങൾ ചെയ്ത്, കർമ്മങ്ങളൊക്കെ ചെയ്ത് പൈസ പോവല്ലാണ്ട് ഒരു ഫലവും ഇല്ല. കർമ്മത്തിനോടുള്ള വിശ്വാസം തന്നെ എനിക്ക് അങ്ങോട്ട് പോയി. കാണിപ്പയ്യൂരേ ഒരു നമ്പൂതിരി ഉണ്ടെന്ന് കേട്ട് ഇതേപോലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യണത്. ഞാനൊന്ന് പോയി കണ്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്റെ വെറുതെ പൈസ ഒന്നും കളയണ്ട. ഇതങ്ങനെ ഇങ്ങനെ ഒന്നും പോവൂല. എന്റെ അവളുടെ പുക കണ്ടേ പോവൂ. എൻ്റെ അമ്മേ, എനിക്ക് മതിയായി നാത്തൂനെ. ഇത്തിരി മുന്നേ ഞാൻ കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ച് കൊണ്ടേക്ക് കിടത്തിയതാണ്. ഇപ്പൊ ആ ഉടുപ്പ് ഊരി തലക്കും ഭാഗത്തും വെച്ച് തുണിയില്ലാതെ കിടക്കണം. എൻ്റെ ഈശ്വര, ഈ ഇടക്ക് തല കുത്തി കിടക്കണതാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഒച്ച ഇട്ടിട്ട് ഞാൻ ഓടിച്ചു ചെല്ലുമ്പോ നിലത്ത് വീണ് കിടക്കുക. എനിക്കിവിടെ വന്ന് നിക്കണം എന്നൊക്കെ ഉണ്ട് നാത്തൂനെ. അറിയാലോ എൻ്റെ അവസ്ഥ. അനങ്ങിയ തലയിറക്കണം. ഇപ്പം തന്നെ ഓട്ടോയിലാണ് ഞാൻ വന്നത്. ബസ്സിൽ കയറാൻ പാടില്ലേ. തല ഇങ്ങനെ പെരിക്കണ പോലെ തോന്നും ബസ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ. ദിവസം എവിടെയാണ്? മാനന്തവാടിയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മേ, ഇവിടെ നിന്ന് ബസ് കയറി അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും ഞാൻ ഇറങ്ങി. ഞാൻ പോയില്ല. പിന്നെ ഓട്ടോ വിളിച്ച് പോയി. അവളുടെ അവിടെ ഒരു ആവശ്യത്തിന് പോയതാണേ. കുറച്ച് ചിട്ടിക്കാശ് കിട്ടാണ്ടേന്ന് അതിന് വേണ്ടി പോയതാണ്. മാനന്തവാടി ഒരു ഓട്ടോയ്ക്ക് പോകേണ്ടി വന്നു. അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ വീട്ടിലുള്ള രണ്ടെണ്ണങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യൂല. ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അതെങ്കിലും പറയുന്ന, അതിനെങ്കിലും അവിടെ ഇട്ടിട്ട് ഒന്നിവിടെ ഒന്ന് അമ്മനെ നോക്കായിരുന്നു. ഇപ്പം അതുമില്ല ഇതുമില്ല, അവസ്ഥയായിപ്പോയി. ഞങ്ങൾക്ക് അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റണില്ല. എല്ലാ കൊല്ലവും ട്രിപ്പ് പോയിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പറ്റണില്ല. പിന്നെ ആണെങ്കിൽ ഹോം നേഴ്സിനെ നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടൻ സമ്മതിക്കണില്ല. പിന്നെ ചേട്ടനെയും പറയാൻ പറ്റൂല. എന്ത് വിശ്വസിച്ചാണ് ഒരാൾ വീട്ടിൽ വിളിച്ച് കയറ്റണതേ. ഇഷ്ടത്തിന്റെ ഇഷ്ടക്കേടിന്റെ ഒന്നുമല്ല. ഈ കാലത്ത് ആരെയും വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റൂല. പിന്നെ വിശ്വസിക്കുന്നവരായിരിക്കും ചിലപ്പോ തിരിഞ്ഞു കുത്തണത് നമ്മളാ. ആ, അതൊരു സത്യമായ കാര്യം കേട്ടാ. അതായത് ആ വീട്ടിലേ ഒരു ഹോം നേഴ്സ് വന്നിരുന്ന് അവിടുത്തെ അമ്മനെ നോക്കാൻ. മരിക്കുന്നതിന് മുന്നായിട്ട് ഒരു 2 മാസം 3 മാസം കണ്ട് നോക്കി. ഇത് കഴിഞ്ഞ് പോയപ്പോൾ അവളൊരു ജോഡി കമ്മലങ്ങൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ കേസായി കൂട്ടായി. ഇപ്പൊ ഒരു 3-4 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ ചേട്ടാ? ഇവിടെയാണെങ്കിൽ പിന്നെ അമ്മയുടെ മേത്ത് ഇപ്പൊ കമ്മലും മാലയും വളയൊക്കെ ഉള്ളതല്ലേ. അതാണെങ്കിൽ ഊരി വെക്കാൻ അമ്മ സമ്മതിക്കുകയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസേ മാല ഊരി വെക്കാ ഒന്നും താഴെ വീണ് പോകണ്ടല്ലാന്ന് ഓർത്ത് ചേട്ടന് ഊരാന്ന് നോക്കിയിട്ട് അമ്മ ചേട്ടന്റെ കയ്യുമ്മ ഒരു കടി അങ്ങോട്ട് കടിച്ച്. അയ്യോ, ഇപ്പൊ ഉപദ്രവം ഉണ്ടോ? അതെടക്കുള്ളൂ. പിന്നെ ചേട്ടൻ പറഞ്ഞാൽ കേൾക്കും. എന്നെയുള്ള കണ്ടുകൂടാത്തത്. ചേട്ടൻ പറഞ്ഞാൽ ഭക്ഷണവും കഴിക്കും, ബാത്റൂമിലും പോവും, എല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിപരീതം ചെയ്യും. അല്ലെങ്കിലും പണ്ടേ അമ്മക്ക് ചേട്ടനോടായിരുന്നു ഒരു ഇഷ്ടക്കൂടുതലേ. അതുകൊണ്ടല്ല ആരോടും ചോദിക്കാതെ ഈ വീടും പുറകെ കിടക്കണ പറമ്പും ചേട്ടനെ എഴുതി കൊടുത്തത്. അല്ലടി, ഇതിപ്പോ ആരോടാണ് ചോദിക്കേണ്ടത്? ആകെ ഒരു മോനായി എനിക്ക് തന്നെയല്ലേ ഇത് തരേണ്ടത്. ഞാനുണ്ടല്ലോ ഒരു മോളായിട്ട്. എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അതിലെനിക്ക് ചെറിയ നീരസുണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ നീരസുണ്ടെങ്കിൽ എനിക്ക് പുല്ലാണ്. അച്ഛന് ഇതേപോലെ മരിക്കാൻ കിടന്നപ്പേ നോക്കാൻ അമ്മയുണ്ടായി. ഇതിപ്പോ അമ്മ ഇങ്ങനെ കിടക്കുമ്പോ നോക്കാൻ ഞങ്ങൾ രണ്ടുപേരുമാണ്. പിന്നെ ഞങ്ങൾക്ക് തന്നോണ്ട് അമ്മക്ക് അങ്ങനെ നഷ്ടം വന്നിട്ടില്ല. നോക്കാൻ സ്ഥിരമായിട്ട് 2 പേരുണ്ടല്ലോ. എന്റെ അവസ്ഥ ചേട്ടനെ അറിയില്ല. അറിയാ. നീ ചെല്ല്, അമ്മനെ കാണും. എടിയായി അവളുടെ മേലൊരു കണ്ണു കാണോട്ടാ. നിമിഷ നേരം കൊണ്ട് വളൂരി എടുത്ത് അവള് കടന്നു കളയും. എന്റെ കണ്ണു വെട്ടിച്ച് അങ്ങനൊന്നും പോവാൻ പറ്റൂല ചേട്ടാ. അമ്മേ, അമ്മ എണീക്കണം. ആരാ വന്നേ നോക്കിയേ? ആര്? കണ്ണ് തുറന്ന് നോക്കണം, എന്നാലേ കാണാൻ പറ്റൂ. അമ്മക്ക് എന്റെ ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് മനസ്സിലാവണുണ്ടോ? വടക്കേലുള്ള മറിയക്കുട്ടിയാണോ? ഏത് മറിയക്കുട്ടി? മറിയക്കുട്ടി മരിച്ചിട്ട് ഇപ്പൊ 3 കൊല്ലായി അമ്മ. എന്നാ സോസമ്മയാണോ?
സോസമ്മ വീട് മാറിപ്പോയിട്ട് എവിടെയാണെന്ന് ആർക്ക് പോലും അറിയില്ല. ആദ്യം കണ്ണ് തുറക്കമ്മ, എന്നിട്ട് ആലോചിച്ചു നോക്ക്. അമ്മേ, അമ്മയുടെ മോളാണ് വന്നിരിക്കണത്. അവളാണെങ്കിൽ എന്റെ തലയിൽ വല്ലതും തേച്ചു ഒക്കെ ഇരിക്കും. തലോടെയല്ലായിരിക്കും അവള്. എന്താണ് അമ്മ എന്നോട് മാത്രം ഇത്ര വിരോധം? നിന്നോട് എനിക്ക് വിരോധമല്ല, വിദ്വേഷമാണ്. കള്ളക്കൂട്ടങ്ങൾ എനിക്ക് പണ്ടേ വിദ്വേഷമാണ്. കിടപ്പായി പോകുന്നവരെ എന്നോട് എന്തോര സ്നേഹം ഉണ്ടായിരുന്ന അമ്മേന് ആരോ കൈവശം കൊടുത്താണ് അമ്മയുടെ സ്വഭാവം മാറ്റിയത്. ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് ആരും വരാറില്ല, പിന്നെ ആര് കൈവശം കൊടുക്കാനാ? വീട്ടിലകത്തുള്ളവർക്കും കൊടുക്കാല്ല. നാത്തും പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ തള്ളക്ക് കൈവശം കൊടുത്തിട്ട് എനിക്കൊന്നും നേടാനില്ല. ഇനിയൊന്നും നേടാനില്ലെന്ന് പറ, അതാണ് ശരി. എന്താ ഇടിയോളോട് പറയണത്? നിങ്ങളുടെ അനിയത്തി രാവിലെ ചൊറിഞ്ഞണം തിന്നിട്ടാണ് വന്നേക്കണെന്ന് തോന്നുന്നു. വെറുതെ എന്നെ ചൊറിയുണ്ട്. മര്യാദക്കാണെങ്കിൽ വന്ന അമ്മനെ കണ്ടിട്ട് പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ തനിക്കുണങ്ങാണെന്നൊന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കിയേക്ക്. ഇവക്ക് വട്ടായ എന്താണ് അവൾക്ക് പറ്റിയെന്നല്ലേ ഞാൻ ചോദിച്ചത്. എന്റെ പൊന്നമ്മേ, അമ്മ എന്നെ എന്തോരം സ്നേഹിച്ചിരുന്നാണ്. ഒന്ന് കിടപ്പായി പോയപ്പോഴേക്കും അതൊക്കെ മറന്നാ. നാത്തൂന് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ അമ്മക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാ? നിന്നെ കുറിച്ച് ആരും എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്കറിയാലോ നിന്റെ സ്വഭാവം. അമ്മയെ ഞാൻ കൊണ്ടുപോയി നോക്കാത്തോണ്ടാണ് അമ്മക്ക് എന്നോട് ഇത്ര ദേഷ്യം. അയ്യോ, എവിടേക്കും കൊണ്ടുപോണ്ടായേ. ഞാൻ മര്യാദക്ക് സമാധാനായി ഇവിടെ കിടന്ന് ചത്തോളാം. അമ്മക്ക് നാത്തൂനെ മാത്രമേ ഇഷ്ടമുള്ളല്ലേ ഇപ്പൊ? എനിക്ക് ഒരുത്തിയെ ഇഷ്ടമല്ല. നീ ഒന്ന് പോയേ, എനിക്ക് ഉറങ്ങണം. അമ്മ ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. എന്റെ കയ്യിന്ന് വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അതമ്മേ, അമ്മക്ക് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ കയ്യൊക്കെ തിരുമിത്താരായിരുന്നു. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇല്ല കാലുകൊണ്ട് ഒറ്റ ചവിട്ടങ്ങട് വരും. എന്റെ കാലിനൊരു കുഴപ്പമില്ലട്ടാ. എന്റെ ഇടത് കൈ മാത്രമേ തളർന്നു വിട്ടുള്ളൂ. എന്റെ വാളൂരെടുക്കാൻ നോക്കിട്ട് വേദാന്തം പറയണ അവള്. കിടപ്പാണെങ്കിലും മുറ്റാണ്. ഞാൻ പോണേണ്. ചേട്ടാ, അമ്മ പോയെന്നാ തോന്നണത്. അനക്കൊന്നുമില്ല. അമ്മേ, എന്നാലും അമ്മയെ ഞങ്ങള് വിട്ടിത്തോട്ടും ഞങ്ങൾ പോയല്ല. എല്ലാരെയും വിളിച്ച് അറിയിക്കണ്ടേ ചേട്ടാ? നിക്ക്, എല്ലാരോടും പറയാൻ പറ്റേ. അതിന് മുന്നേറ്റ് സ്വർണം മുഴുവൻ ഊരിയെടുക്കണ്ടേ? അത് ശരിയാണ്. ചേട്ടനെന്നാ ഊരിയെടുത്തോ. എല്ലാം പെട്ടെന്നായിരുന്നു. രാവിലെ ഞാൻ ഭക്ഷണം കൊടുത്ത് മുഖമൊക്കെ കഴിപ്പിച്ച് പോയതാണ്. 11:30 കഴിക്കണം. നോക്കിയപ്പോ ശ്വാസം ഇല്ല. അവിടെ ആ മുറി ചേട്ടാ, നമ്മുടെ അമ്മ പോയി മോളെ. അയ്യോ, മടക്കു ദിവസം ആ കിട്ടിയ പോലെ കേട്ടാ. മതി മതി. എന്നാലും എത്ര പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞതല്ലേ. എനിക്കാണെങ്കി അമ്മ ഇപ്പോഴും ആ മുറി കിടക്കണ ഓർമ്മയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ്, മോളെ നീ പോവല്ലേ, എൻ്റെ കൂടെ നിൽക്കാൻ. അല്ലെങ്കിലും ദേവകി ചേച്ചി ഒരു പാവമായിരുന്നു. അധികം കിടത്തി ദൈവം നരയിപ്പിച്ചില്ലല്ലോ, അത് എന്നെ ബാക്കി. അതെ അതെ, 4 കൊല്ലല്ലേ കിടന്നുള്ളൂ. അതെ അതെ. അമ്മായിക്കറിയോ, എന്നെയായിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ്, എടീ കമ്മലും മാലയൊക്കെ ഉണ്ട്, അതൊക്കെ നീ ഊരിയെടുത്തോ, നിനക്കൊള്ളാണതല്ലാന്ന്. അതെപ്പോ? കഴിഞ്ഞ തവണ വന്നപ്പോ അല്ലേ അമ്മ ചവിട്ടി പുറത്താക്കൂന്ന് പറഞ്ഞത്?
അതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ മരിക്കുകയാണെങ്കിൽ നീ എല്ലാം ഊരി എടുത്തേക്കണം, ഇതെല്ലാം നിനക്കുള്ളതാണ് എന്നൊക്കെ. പിന്നെ മരിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറയണത്. വന്നപ്പോഴേക്കും എല്ലാവരും എല്ലാം ഊരി എടുത്ത്. അത് പിന്നെ ഡോക്ടർ വന്ന് കൺഫേം ചെയ്ത് പറയാണ്ട് എല്ലാരെയും വിളിച്ചു പറയാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പൊ നേരത്തെ വിളിച്ചു പറഞ്ഞാലും അമ്മക്കൊന്നുമില്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇവിടം വരെ വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലൂലേ? അത് കൊല്ലും, അത് ശരിയാണ്. എന്നാലും സ്വന്തം മോളെ വിളിച്ചു പറയേണ്ടത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ അത് കാര്യമാക്കണ്ടടി, എല്ലാം കഴിഞ്ഞില്ലേ, അമ്മ പോയില്ലേ. ചേട്ടാ, എന്നാ പിന്നെ തരാനുള്ള ഇങ്ങോട്ട് തന്നോട്ടാ. തരാനുള്ളതോ? എന്ത്? അത് അമ്മയുടെ മാലയും വളയും 2 വളയും കമ്മലും. ആഹാ, അത് സ്വപ്നം കണ്ടാണ് നാത്തൂനപ്പം ഇങ്ങോട്ട് വന്നത്. അതൊന്നും സ്വപ്നം കണ്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അമ്മ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മരിച്ച ഇതൊക്കെ നിനക്കുള്ളതാണ്, നീ ഇത് ഊരിയെടുത്തേക്കണമെന്ന്. വല്ലൊരു ഊരിയെടുക്കുമെന്ന് ഞാൻ വിചാരിച്ച. എടി, ഇത്ര നാളെ അമ്മനെ നോക്കിയ ഞാനാ. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ് അമ്മ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വന്നാല് ഒന്നും പറ്റൂല, അത് എനിക്ക് അവകാശപ്പെട്ടാണ്. ആഹാ, അതെന്ത് വർത്താനമാണ് ചേട്ടാ പറയണത്? അമ്മമാര് മരിച്ചു കഴിഞ്ഞാ അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പെൺമക്കൾക്കല്ലേ കൊടുക്കാറ്? അങ്ങനെ ഒരു പതിവ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതിപ്പോ ഉണ്ടാക്കിയിരിക്കും ചേട്ടാ. ചേട്ടാ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അമ്മയുടെ സ്വർണം അതെനിക്കുള്ളതാണ്, എനിക്ക് വേണം. ഏത് സ്വർണം? നിനക്കറിയോടി? എനിക്കറിയില്ല ഏത് സ്വർണം. ദേ, 2 കൂടി പൊട്ടം കളിക്കല്ലേട്ടാ. നീ ഏത് സ്വർണത്തിന്റെ കേസാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അമ്മയുടെ കയ്യിലുണ്ടായ സ്വർണത്തിന്റെ കേസാണെങ്കിൽ അത് അമ്മനോട് ചോദിക്കണം. അമ്മ അത് എവിടെയും കണ്ട് ഊരി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. അതെ അതെ, അമ്മായി പറയണൊന്നും കേക്കണില്ലേ? അമ്മായിക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാണ് കുട്ടിയെ? ഇതൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ, അതിനകത്ത് ഞാൻ ഇടപെടണ എങ്ങനെയാ? പിന്നെ ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം കയ്യിലും കഴുത്തിലും ഒന്നും ഞാനൊന്നും കണ്ടില്ല. എൻ്റെ പൊന്നമ്മായി, ഇവള് പറയണല്ലോ നല്ല കാര്യങ്ങള്. 3-4 ദിവസം മുന്നേ ഞാൻ ഒരു ദിവസം കുളിപ്പിക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ കമ്മലും മാലയും വളയൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ അമ്മയെന്ന് ചോദിച്ചു. എന്നെ കണ്ട ദേഷ്യപ്പാടി ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ, തിരിഞ്ഞ് അങ്ങോട്ട് കിടന്നുറങ്ങി. 2-3 ദിവസം കഴിയുമ്പോ മരിക്കൂന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയാലേ. നീ ഒരു പണി, ഞങ്ങളെ സംശയമാണെങ്കിൽ നീ അങ്ങോട്ട് ഒരു പണി, ആ മുറി അങ്ങോട്ട് തുറന്നു കൊടുക്ക്, അവൾ അങ്ങോട്ട് കയറി പരിശോധിക്കട്ടെ. അത് കിട്ടുകയാണെങ്കിൽ നീ അങ്ങോട്ട് എടുത്തോ. ഇത്ര കോൺഫിഡൻസോടുകൂടി നിങ്ങൾ രണ്ടുപേരും ഇത് പറയണമെങ്കിൽ അത് ആ മുറിയിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഇവിടെ പറയണ ചേട്ടാ? ആർക്കറിയാം, അമ്മ മരിച്ചപ്പോ വട്ടായി തോന്നുന്നു. കൊള്ളാൻ ചേട്ടാ, കുറച്ച് സ്വർണത്തിന് വേണ്ടി സ്വന്തം അനിയത്തിനെ അങ്ങോട്ട് തള്ളി പറയാനല്ലേ? എന്നാ പിന്നെ നമ്മുടെ 16-ന് എന്നെ വിളിക്കണ്ട. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണത്? അപ്പൊ എന്നോട് ഇവര് പറയണ അമ്മായി കേൾക്കണില്ലേ? എൻ്റെ മോളെ, ഇത്രയും സ്വത്തുക്കളും പൈസ ഉള്ള ഇവന് ഈ സ്വർണം കിട്ടിയിട്ട് വല്ല ആവശ്യമുണ്ടോ? അത് അമ്മ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവൂന്നേ. നോക്ക് നിങ്ങള്. എനിക്ക് ഇവര് വിശ്വാസം ഇല്ല അമ്മായി. സ്വർണത്തിന്റെ അരി ആദ്യം പറഞ്ഞപ്പോ തന്നെ ഇവര് പറഞ്ഞത് എന്താണ് അമ്മായി കേട്ടില്ലേ? എടി, നീ ഇവിടെ ഇരിക്കുക, നമുക്ക് സംസാരിക്ക. ഇനി എന്ത് സംസാരിക്കാൻ? ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാവണം. ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പല്ലേ. എനിക്ക് ആവശ്യമില്ല, വേണ്ട, തിന്നട്ടെ കൊണ്ടേ. നിങ്ങൾ തിന്നി, ഞാൻ പോണേന്ന്. എടി മോളെ, പോവല്ലേടി. അവള് പോണെങ്കി പോട്ടെ അമ്മായി. ഇതുപോലൊരു സാധനേ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ, ഇതുപോലത്തെ ഒരെണ്ണത്തിനാ. എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ അവള്. മോനെ, നീ ശരിക്കും പറ, ആ സ്വർണം നീ എടുത്ത? ഓഹോ, അപ്പൊ അമ്മായിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? നിങ്ങളൊക്കെ എല്ലാരും കൂടി ഇത് തന്നെ എന്നോട് ചെയ്യണം. എനിക്ക് വിഷമം താങ്ങാൻ പറ്റുള്ള. അയ്യോ ചേട്ടാ, വിഷമിക്കല്ലേ, പ്രഷർ കൂടും. ഇന്ന് കുറെ കരഞ്ഞതല്ലേ. പാവം, അവനോട് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു, അവന് വിഷമായിരുന്നു തോന്നണോ. മതി മതി, കരഞ്ഞരിഞ്ഞ് പണി ഉണ്ടാക്കണ്ട ഇനി. അതിനാരിക്കറിയാൻ. ആഹാ, കൊച്ചു കള്ള, ഞാൻ വിചാരിച്ച് കരയണെന്ന്. അവളെ നമ്മള് വിചാരിച്ച പോലെ അല്ലട്ടാ, ഭയങ്കര സാധനമാണ്.
സ്വന്തം തള്ളാനാ മരിച്ചിട്ട് ചിതയിലോട്ട് എടുത്തില്ല. അപ്പേക്കും ആ അമ്മടെ സ്വർണത്തിന് വേണ്ടി തല്ലുപിടിച്ചേക്കണത് കണ്ട. ഇതൊക്കെ നേരത്തെ കണ്ടിട്ടാണ് മരിച്ചപ്പോ തന്നെ ദൂരെ മാറ്റിക്കോളാൻ ഞാൻ പറഞ്ഞത്. ഇനി ഒട്ടും വൈകണ്ട. നാളെ തന്നെ കൊണ്ടുപോയിട്ടേ നമ്മുടെ പൊന്നിന്റെ അടുത്ത് കൊടുക്കാം. അവനാവുമ്പോ വേഗം എന്തെങ്കിലും ആക്കിയിട്ട് തന്നോളൂ. പകുതി എനിക്കുള്ളാണേ. അതൊക്കെ